ഹലോ. കൊച്ചുവെളുപ്പിന് തന്നെ പോയി ജനനായകം കണ്ടു. ഉള്ളത് പറഞ്ഞ പടം കൊള്ളാം, പൊളി സാധനം. ശരിക്കും ഒരു മാസ് എൻ്റർടൈനറാണ്. തളപതി ആരാധകർക്ക് ഹൈ ആകാനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, അനിരുദ്ധിൻ്റെ പാട്ടുണ്ട്, വിജയുടെ തട്ടുകൊളുപ്പൻ ഡാൻസ് ഉണ്ട്, ഹീറോയ്ക്ക് ഡയലോഗ്സ് ഉണ്ട്, മാസീവ് ഇൻട്രോസ് ഉണ്ട്, ഹീറോയ്ക്കും വില്ലനും ഉണ്ട്. അതിനെയൊക്കെ എലിവേറ്റ് ചെയ്യുന്ന BGM ഉണ്ട്. പിന്നെ വില്ലന്മാരെല്ലാം നല്ലപോലെ തല്ലു വാങ്ങിക്കുന്നുണ്ട്. ഒരു വിജയപടത്തിന് നമ്മൾ പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ടെക്നിക്കലിയാണ് പടം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സിനിമാറ്റോഗ്രഫി വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റും, ലൈറ്റിങ്, കളർ ഗ്രേഡിങ്, ക്യാമറ മൂവ്മെൻറ്റ്സ്, സീൻ പ്ലേസ്മെൻറ്റ്സ്, സ്ലോ മോഷൻസ്, ഹീറോയിക് സിനിമാറ്റിക് സീക്വൻസസ്, അതിൻ്റെ കൂടെ ആ BGM കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന എലിവേഷൻ, ശരിക്കും ഒരു മാസ് വൈബ് ഉണ്ടായിരുന്നു അതിനൊക്കെ. പിന്നെ ഇതൊന്നും ലോകത്ത് ഫസ്റ്റ് ടൈം എന്ന സാധനമൊന്നും അല്ല. പക്ഷേ വിജയെ വീണ്ടും ആ ഒരു ഹീറോയിക് സിനിമാറ്റിക് സ്പേസിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ വിജയുടെ സീൻസ്, അതിലെ കളർ ഗ്രേഡിങ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഷെയ്ഡി ആയിരുന്നു, ഡസ്റ്റി ഷെയ്ഡായിരുന്നു. വിജയ് മാത്രം കുറച്ച് പോപ്പോട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. സിനിമ മുഴുവൻ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. ആക്ഷൻ പോർഷൻസിലും അയാൾ നന്നായിട്ട് പൊളിച്ചു. ക്ലൈമാക്സിലും ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എനിക്കിഷ്ടപ്പെട്ടു അയാളുടെ റോൾ അതിനകത്ത്. ഇനി കഥ നല്ല കഥയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാസപടങ്ങളിൽ നമ്മളിപ്പം പൊതുവെ പരിചയമുള്ള ഒരു ഫോമാറ്റില്ലേ, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. നായകൻ്റെ ഇൻട്രൊഡക്ഷൻ, വില്ലൻ്റെ ഇൻട്രൊഡക്ഷൻ, രണ്ടുപേരും തമ്മിലുള്ള ആദ്യത്തെ ഇൻട്രാക്ഷൻ, അതിനുശേഷം നായകൻ പണ്ടാരായിരുന്നു എന്നുള്ളൊരു റിവീല്, വില്ലൻ പണ്ടാരായിരുന്നു എന്നുള്ള റിവീല്, വില്ലനും നായകനും തമ്മിലുള്ളൊരു ബാക്ക് സ്റ്റോറി, പിന്നെ ഹീറോ വില്ലനെ ചേസ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലെ ഇമോഷണൽ ട്രാക്ക്, അവസാനം ഹീറോ വേഴ്സസ് വില്ലൻ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ്. അങ്ങനെ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആർക്കിടെക്ചർ തന്നെയാണ് ഇതിനും ഉള്ളത്. ഞാനതിനെ അത്ര കാര്യമായിട്ട് കണ്ടില്ല. കാരണം ഈ ജോണറിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഞാൻ പ്രതീക്ഷിച്ചതും അതൊക്കെ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അമ്മ മകൻ ഇമോഷൻ, ഫാദർ ഡോട്ടർ ഇമോഷൻ, ഹീറോ തൻ്റെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചില സീൻസ്, അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ എനിക്ക് ചെറുതായിട്ട് കണ്ണ് നിറഞ്ഞു. പിന്നെ ടെക്നോളജിയും ഫ്യൂച്ചറിനെയും ഒക്കെ ടച്ച് ചെയ്യുന്ന ചില കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചില വില്ലൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പോസ്റ്റ് എലമെൻറ്റ്സിലൊക്കെ AI യൂസ് ആക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓവറായിട്ട് തോന്നിയില്ല. കഥയുടെ ആ ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതൊക്കെ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ചെറിയൊരു കാര്യം തോന്നിയത്, വില്ലൻ കുറച്ചുകൂടി പവർഫുൾ ആവാമായിരുന്നു എന്ന് തോന്നി. ഹീറോ വേഴ്സസ് വില്ലൻ പോർഷൻസിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നി അങ്ങനെ ആയിരുന്നെങ്കിൽ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഡയലോഗ്സ് കണ്ടമാനം സെൻസർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തായിരിക്കുമെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പം. ഓവറോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് വിജയുടെ ആക്ടിങ് കരിയറിലെ അവസാനത്തെ സിനിമയാണെന്നൊക്കെ പറയുമ്പം അതിന് പറ്റിയൊരു പ്രോപ്പർ മാസ് എൻ്റർടൈനർ തന്നെയാണ്. കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്ക്. ടൈറ്റിൽ കാർഡ് വരുമ്പോഴുള്ള ആരവം, ഓഡിയൻസിൻ്റെ റിയാക്ഷന്, ഹീറോയുടെ എൻട്രി വരുമ്പോഴുള്ള വിസിലടി, കയ്യടി, അതൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ സിനിമ ഒരു നല്ല വൈബ് ആംബിയൻസ് ആണ്. ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് അപ്പോൾ കിട്ടും. ഇറ്റ്സ് എ ഗുഡ് വൺ, തിയേറ്റർ വാച്ച് ആയിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ക്രെഡിറ്റ്സ് കണ്ടിട്ട് ഇറങ്ങാം. അതിൻ്റെ അകത്ത് കുറച്ച് ഓൾഡ് ഫിലിംസിൻ്റെ ഒക്കെ ഡാൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബിറ്റ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു നൊക്ലാജി ഉണർത്തുന്ന ഐറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. ഇരുട്ട് ഇനിയും ബാക്കിയുണ്ട്, ഇനിയും വരാം. രാമൻ സോങ് പ്ലേസ് അടിപൊളിയായിട്ടുണ്ട്. സിനിമാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഇല്ലേ, അതായത് ഹീറോയിക് മൊമെന്റ്സ് ഒക്കെ, അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ലല്ല, പക്ഷെ ഒരു കണക്കിന് എനിക്ക് തോന്നി ഇപ്പൊ ഇറങ്ങുന്ന നന്നായി. ഒരുപാട് വാക്കുകൾ സെൻസർ ചെയ്തായിരുന്നു, മനസ്സിലായില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ വോട്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇത് ജയിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ അതൊരു മാച്ചിങ് പഞ്ചുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരുപാട് ഡാൻസ് കളിച്ച പാട്ട്, സിനിമാറ്റോഗ്രഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമാറ്റോഗ്രഫി പിന്നെ ലൈറ്റിംഗ്, എനിക്ക് ഡാൻസ് കളിച്ച പാട്ടില്ലേ, അന്നത്തെ ലൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് ഒരു ഭയങ്കര ഡൈനാമിക് റേഞ്ച് ഉള്ള പോലെ തോന്നി. ഷാഡോസിലൊക്കെ നല്ല വെട്ടമുള്ളതായിട്ട് ഭയങ്കര. പക്ഷേ വില്ലന്റെ ഡയലോഗ് സിങ്ക് പോലെ ചുണ്ടും ഡയലോഗും തമ്മിൽ മാച്ച് ആവാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇനി അതെ, അപ്പോൾ കുറച്ച് വേറെ നല്ല ഫീൽ കിട്ടത്തില്ല. അതാണ് പക്ഷെ നല്ല വില്ലനായിരുന്നു. പുള്ളിയുടെ പേര് സണ്ണിഡിയോളോ.